വസ്വാസ് കൊണ്ട് വിഷമിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത്തരം വസ്വാസുള്ളവർക്കുള്ള ഒരു പ്രതിവിധിയാണ് പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അഷാദുലി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന്മാർക്ക് ഇത്തരം വസ്വാസും അതുപോലെ തന്നെ മോശമായ ചിന്തകളും അകറ്റാനുള്ള ഒരു മാർഗം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഒരാൾക്ക് വസ്വാസ് എന്ന ഒരു രോഗം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അയാള് തൻ്റെ വലത് കൈ നെഞ്ചിന്റെ മുകളിൽ വെച്ചുകൊണ്ട് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫആൽ എന്ന ദിക്ർ 7 പ്രാവശ്യം ചൊല്ലണമെന്നാണ്. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫആൽ 7 പ്രാവശ്യം വലത് കൈ നെഞ്ചിന്റെ മുകളിൽ വെച്ചിട്ടാണ് അദ്ദേഹം ചൊല്ലേണ്ടത്. അത് കഴിഞ്ഞാൽ ഈ യശ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ് എന്നീ ആയത്തുകൾ ഓതുകയും ചെയ്യണം. നിസ്കരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ തക്ബീറൊക്കെ കെട്ടുന്നതിൻ്റെ മുമ്പാണ് ഇവയെല്ലാം ചൊല്ലേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. നാം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടെങ്കിൽ തന്നെ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പല ചിന്തകളിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധ കിട്ടുകയില്ല, അപ്പോൾ സംശയം വരും. അപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമുക്ക് ഉറപ്പും അതുപോലെ തന്നെ ഒരു ബലവും ലഭിക്കുന്നതാണ്, സംശയം അകറ്റാൻ സാധിക്കുന്നതുമാണ്. പല ചിന്തകൾ വെച്ചുകൊണ്ട് ശ്രദ്ധയില്ലാതെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ വസ്വാസ് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ എല്ലാ നിലക്കും ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണ് എങ്കിൽ, അതോടുകൂടെ ഇത്തരം ദിക്റുകളൊക്കെ നാം ചൊല്ലുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്.